മലയാള സിനിമാ പ്രേമികൾക്ക് എന്നും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ബാലതാരമായി സിനിമയിലെത്തിയ ഉർവശി. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1984 പുറത്തിറങ്ങിയ എതിർപ്പുകൾ ആണ് ഉർവശി നായികയായി അഭിനയിച്ച ആദ്യ മലയാള സിനിമ. 1985 മുതൽ 1995 കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായിക നടിമാരിൽ ഒരാളായിരുന്നു ഉർവശി. ഈ കാലയളവിൽ 500-ലധികം മലയാള സിനിമകളിൽ അവർ അഭിനയിച്ചു. 2024 പുറത്തിറങ്ങിയ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിനുള്ള സംസ്ഥാന അവാർഡ് 6ാം തവണയും ഉർവശി സ്വന്തമാക്കി. ക്രിസ്റ്റോ ടോമിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന ഉള്ളൊഴുക്ക് ഏറെ നിരൂപ പ്രശംസയും നേടിയിരുന്നു. ഇപ്പോൾ ഉള്ളൊഴുക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഉർവശി. കൈരളി ടിവിയോട് സംസാരിക്കുകയായിരുന്നു നടി. ഞാൻ കണ്ടിട്ടില്ല ഉള്ളൊഴുക്ക്, അതിൽ ഡബ്ബിംഗ് ഇല്ലല്ലോ, ലൈവ് ആയിരുന്നില്ലേ ആ സിനിമ? സാധാരണ ഡബ്ബ് ചെയ്താലാണ് കാണാൻ പറ്റുക. എന്റെ അമ്മ കണ്ടിട്ടില്ല, കലച്ചേച്ചി കണ്ടിട്ടില്ല. ഇത് കരച്ചിൽ പടമാണെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ ആരും ആ സിനിമ കാണില്ല. ഞാൻ കാണാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗ്ലിസറിൻ ഉപയോഗിക്കുന്ന ആളല്ല. അപ്പോൾ സ്പോട്ടിൽ ഭയങ്കര ഫീൽ ചെയ്താണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഒരു 40 ദിവസം ഞാൻ അതിൽ അഭിനയിച്ചു എന്നത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാണ്. സ്ക്രിപ്റ്റ് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് സിനിമ വേണ്ടെന്ന് വെക്കണം എന്നുള്ളൊരവസ്ഥ ആലോചിച്ചു നോക്കൂ. അങ്ങനെയായിരുന്നു ഉള്ളൊഴുക്ക്. സംവിധായകനോട് ഞാൻ പറഞ്ഞു, ഞാൻ കരയുകയില്ല, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സിനിമ ചെയ്യാം, ചേച്ചി കരയണ്ട, ചേച്ചിക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ മതിയെന്ന് ക്രിസ്റ്റോ പറഞ്ഞു. കരയാതെ കരയുകയാണ് അവിടെ ഒരു സംവിധായകന്റെ ബുദ്ധിയാണ് അത്, ഉർവശി പറയുന്നു.